morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? വിഷു കഴിച്ചു പിടിച്ചു. കുഴപ്പമില്ലായിരുന്നു മാം. കണിയൊക്കെ കണ്ടോ? കണി കണ്ടോ? കണി കണ്ടു. കണി കണ്ടോ അല്ലേ? ഓക്കെ, പ്രേയർ ആരാ ചെയ്യുന്നേ? ഞാനാ മാം, ബിനി രാജീവ്. ഓക്കെ, ബിനി രാജീവ്. ഓക്കെ, ചെയ്തോളൂ. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together with love. There is only one God, there is only one King, there is only one body. That is why we sing. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together with love. We are the children of God. We are His promise divine. We are His chosen desire. We are the glorious new wine. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together with love. Bind us together with love. Bind us together with love. Okay, thank you, ma'am. Thank you. സൈനിങ് ആരാണ്? മിസ് ഞാനാ. ജെറുഷ. Yes. ഓക്കെ. Good morning, ma'am, and good morning, my dear friends. I am Jerusha from Alapura. I hope you are all well. I am fine. Today I am going to sign in Ashwadi ma'am's class. Ashwadi ma'am and all my classmates are invited to our class today. Let's start today's class with a quote from George Washington Carver. Education is the key to unlock the golden door of freedom and success. Thank you, Ashwadi ma'am, for sparing your valuable time for us. Then thought of the day. Good morning, ma'am. Good morning, everyone. I am Nusrat. Not all of us can do great things, but we can do small things with great love. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എങ്കിലും ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. ബൈ മദർ തെരേസ. ഓക്കെ, അപ്പോ നമ്മുടെ സൈനിങ് പ്രയർ തോട്ട് ഓഫ് ദി ഡേ ഒക്കെ കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഒന്ന് വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ചായിരുന്നോ? റീഡ് ചെയ്തായിരുന്നോ? പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. വായിച്ചില്ല. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ഉഷ? വിഷുവില് മുങ്ങിപ്പോയി. വിഷു ആയിരുന്നല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ദെൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇനി അഥവാ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും സാരില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന ഓരോ ഡിഫൻസ് മെക്കാനിസത്തിനും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടാകും. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്.
Yes, ma'am. ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ് കോമ്പൻസേഷൻ. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ട് റീഡ് ചെയ്ത് നോക്കുക. എന്ത് മനസ്സിലാവുന്നു എന്നിട്ട് എന്നോട് പറയാ കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. വായിച്ചിട്ട് എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? കോമ്പൻസേഷൻ എന്നാൽ എന്താണ്? എന്താ വൃത? നഷ്ടപരിഹാരം. നഷ്ടപരിഹാരം അല്ലെ? എങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം ആ ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ കോമ്പൻസേഷനുമായിട്ട് റിലേറ്റഡ് ആകുന്നത്? ഒരു വ്യക്തി Who feels self-conscious about their physical appearance ആണോ മാം? എന്താ മേഘന എന്താ പറഞ്ഞത്? സെൽഫ് കോൺഷ്യസ്. സെൽഫ് കോൺഷ്യസ്നസ് ആണോ? ഫീൽ ഒരു വ്യക്തി ഫിസിക്കൽ അപ്പിയറൻസ് ആയിട്ട് വശങ്ങളിലേക്ക് നയിക്കുന്നതല്ലേ മിസ്? എന്താ അമൃത ഒന്നുകൂടി പറയാമോ? ഒരു വ്യക്തിയുടെ പോരായ്മകള് മറ്റു ചില വശങ്ങളിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണോ മനസ്സിലായത്? എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്റെ കുറ്റം മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുൻനിർത്തി പറയുന്നതാണ്. ഏകദേശം ഇതിലേക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. Example of compensation as students struggling academically. ഒരു വ്യക്തി തന്റെ വ്യക്തിത്വത്തിന്റെ മറ്റു ചില വശങ്ങളിലേക്ക് നയിക്കുന്നതിലൂടെ ഒരു പോരായ്മ നികത്താൻ ശ്രമിക്കുമ്പോൾ അവൻ നഷ്ടപരിഹാരത്തിന്റെ സംവിധാനം ഉപയോഗിക്കുന്നു. ഇവിടെ ജെറുഷ വർഗീസ് കറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്താണ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഞാൻ അധികം കുഴപ്പിക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. ഈസി ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതായത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഒരു മേഖല, ഒരു വ്യക്തിക്ക് ഒരു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മേഖല ഉണ്ടാവാം, അതിനകത്ത് ഒരു ഏരിയ ഉണ്ടാവാം അല്ലെ? അത് പല വിധത്തിലുള്ള ഏരിയ ആവാം. ചിലർക്ക് സ്റ്റഡീസ് ആവാം, ചിലർക്ക് ഡാൻസ് ആവാം, ചിലർക്ക് സ്പോർട്സ് ആകാം. അങ്ങനെ പല പല ഏരിയാസ് ഉണ്ടാകും ഒരു വ്യക്തിക്ക്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിന് അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് തളരുന്നില്ല, മൈൻഡിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മറ്റൊരു ഏരിയ കണ്ടെത്തി അതിനകത്ത് വിജയിക്കുന്നു. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. എന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, എക്സാമിന് തോറ്റ ഒരു സ്റ്റുഡന്റ്, എക്സാമിന് ഫെയിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ജെറുഷ കറക്റ്റ് ആയിട്ട്
കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഇപ്പോ എന്താ പറയാ, നമ്മൾക്ക് പല പല വ്യക്തികളാണ് നമ്മൾ അല്ലെ, നമുക്ക് പലതരത്തിലുള്ള സ്കില്ലുകളാണുള്ളത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കഴിവുകൾ, എബിലിറ്റീസ് നമുക്കുണ്ട്. പക്ഷെ എല്ലാവരും എല്ലാത്തിലും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം സക്സസ് ആവാനായിട്ട് സാധിച്ചെന്ന് വരില്ല അല്ലെ. പലരും ഭയങ്കര ചെറുപ്പത്തിലെ തന്നെ ഓരോരുത്തർക്ക് പല ആളുകളാവാനാണ് ആഗ്രഹം അല്ലെ. ചില ആളുകൾക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടാവും, ചില ആളുകൾക്ക് ടീച്ചർ ആവാൻ ആഗ്രഹം ഉണ്ടാവും, ചില ആളുകൾക്ക് കളക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർക്ക് അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് കാരണം അവർക്ക് സക്സസ് ആവാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്കില്ല് തെളിയിക്കാനുള്ള വേറൊരു മേഖല അവർ കണ്ടെത്തി കഴിഞ്ഞാല് തീർച്ചയായിട്ടും അതിനകത്ത് അവർക്ക് വിജയം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഒരു പരാജയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മേഖല കണ്ടെത്തി അതിനകത്ത് വിജയിക്കുന്നതിനെ ദാറ്റ് ഈസ് കോമ്പൻസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എക്സാമിൽ ഫെയിലിയർ ആയിട്ടുള്ള കുട്ടി അല്ലെ, സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു, സ്പോർട്സിൽ അവൻ സ്റ്റേറ്റ് ലെവലിൽ പോകുന്നു, നാഷണൽ ലെവലിൽ പോകുന്നു, വേൾഡ് ലെവലിൽ പോകുന്നു. അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ അവൻ വെറും എക്സാമിന് ഫെയിലിയർ ആണ്, പക്ഷെ അവന് ധാരാളം അച്ചീവ്മെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അവന്റെ മേഖല അവൻ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, കോമ്പൻസേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലൈഫിൽ കോമ്പൻസേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഇത്രയും വർഷത്തെ ലൈഫ് ജേണിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ആവാതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് പകരം മറ്റൊന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മിസ്സേ, ആ പറഞ്ഞോ. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കൊന്നും ഞാനിപ്പോ ഇങ്ങനെ പഠിക്കേണ്ട തീരെ താല്പര്യമില്ലാത്തതായിരുന്നു. പുറത്തു പോയി പഠിക്കാന്നൊക്കെ പറയുമ്പോ അവർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഹസ്ബൻഡിന് കുഴപ്പമില്ലായിരുന്നു, ഉമ്മാക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അവരറിയാതെയാണോ പഠിക്കുന്നത്? അങ്ങനെയല്ല, പിന്നെ ഞാന് ആദ്യം ഞാന് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് പോവാനായിരുന്നു വിചാരിച്ചിരുന്നേ. പിന്നെ ഞാന് സമ്മതമില്ലാന്ന് ആയപ്പോ ഞാനങ്ങനെ ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് അല്ലേ? എന്നാലും താല്പര്യമൊന്നും ഇല്ല അവർക്ക്. പഠിക്കണമൊന്നും ഇഷ്ടമില്ലാത്തൊരിതാണ്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ടീച്ചറായിട്ട് ഇതാവണമെന്നാണ്. ആവൂട്ടോ, എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ആവൂട്ടോ. ചെറുപ്പത്തിൽ എന്താവാനായിരുന്നു ആഗ്രഹം? ടീച്ചർ ആവാൻ തന്നെയായിരുന്നു ആഗ്രഹം? ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. ഞാൻ ഇപ്പൊ എന്റെ വീട്ടില് നിന്നിട്ടാണ് പഠിക്കേണ്ടത്. അവർക്ക് സമ്മതമില്ല പഠിക്കേണ്ടത്. എന്റെ വീട്ടില് അവിടെ പോയിട്ട് പഠിക്കണേ പഠിച്ചോന്നാ പറഞ്ഞത് എന്നോട്. ഇഷ്ടമില്ല പഠിക്കണ്ടത്. സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലേ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനുള്ള റിസൾട്ട് ഉണ്ടാവും കേട്ടോ എന്തായാലും. ഓക്കെ, വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? മിസ്സേ, എന്റെ പേര് അഖില അജയോഷെ. ഞാൻ ആലപ്പുഴ ചെന്നിത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്നത് 2010-11 ആ ഒരു കാലഘട്ടമാണ് 10ാം ക്ലാസ്. അപ്പോൾ സ്കൂളിൽ ഞാൻ സ്പോർട്സിൽ നാഷണൽ സ്പോർട്സ് എന്താ പറയുന്നത് സ്വർണ്ണ മെഡൽ വിന്നറൊക്കെ ആയിരുന്നു, കേരള ടീമിലുണ്ടായിരുന്നു. അങ്ങനെ സ്പോർട്സ് എന്ന് പറയുന്നതായിരുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും ഞാൻ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുത്തായിട്ട് ഇതുപോലെ പണ്ട് ആ സമയം 2010-ലൊക്കെ ഒരു കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സാറ് വന്നിട്ട് ചെറിയൊരു നാടൻ പാട്ടിന്റെ ഒരു സമിതി രൂപീകരിച്ചു, ചെറുത്. എന്നിട്ട് അവിടെ ഉള്ള കുറെ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാട്ടും ഡാൻസും
എല്ലാം കൂടി ഉൾപ്പെടുത്തി നാടൻ കലകളും ഒക്കെ ബന്ധപ്പെട്ട പരിപാടി ചെയ്തു. അപ്പം ഞാൻ ഈ സ്പോർട്സിനാ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിലും ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെ പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എന്തായാലും പോ, നീ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൂടെ പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ഞാൻ അവരോട് 1-2 വേദികളിലൊക്കെ പോയി പാടി. പാടിയപ്പോഴും ഞാൻ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സ് മൊത്തം ആ സ്പോർട്സിൽ കിടക്കുക. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാടുന്നത്. പക്ഷെ ഞാൻ ആ സ്പോർട്സ് +2 കാലഘട്ടത്തോടു കൂടി അത് അവിടെ എൻ്റെ സ്റ്റോപ്പായി. അതിനുശേഷം ഞാനിപ്പോ 12-13 വർഷമായിട്ട് അടുപ്പിച്ച് പല പല നാടൻപാട്ട് വേദികളിലും അതുപോലെ പല പല ട്രൂപ്പിന്റെ കൂടെ ഗാനമേള, കരോക്കെ ഗാനമേള, ഞാനൊരു സിംഗറായിട്ട് മാറി. ഇപ്പൊ എനിക്ക് 2022 നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നാടൻപാട്ടിന് ഫെലോഷിപ്പ് കിട്ടി. 2 വർഷം ഞാൻ സ്കൂളിൽ ഇപ്പം നാടൻപാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ കോമ്പൻസേഷനോട് ആ ഒരു രീതിയിൽ വരുമോന്ന് അറിയത്തില്ല. എങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ച ഒരു മേഖല ഇത് ഞാനായിട്ട് കണ്ടെത്തിയതല്ല, എന്റെ അമ്മ സെലക്ട് ചെയ്തതാണ്. പക്ഷെ അവിടെ എനിക്കൊരു വിജയം ഉണ്ടായി. അതെ, നമുക്ക് ഒരു കോമ്പൻസേഷനോട് തന്നെ ഒരു സിമിലർ ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഫുള്ളായിട്ട് പറ്റില്ല, എന്നൊരു ഇച്ചിരി ഡിഫൻസ് മെക്കാനിസം വരുന്നുണ്ട് സ്യൂട്ട് ആയിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഓക്കെ, അതായത് സ്പോർട്സ് മേഖലയിലാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അഖിലേക്ക്. പക്ഷെ ലൈഫില് അഖിലേക്ക് സക്സസ് കണ്ടെത്താൻ സാധിച്ചത് ആർട്സ് അല്ലെ? ആ ഒരു 100%. 100% നമുക്ക് പറയാൻ പറ്റും. അതിന് കുഴപ്പമൊന്നുമില്ല. കോമ്പൻസേഷൻ ആയിട്ട് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക് യു അഖില ഷെയർ ചെയ്തതിന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടോ? അതൊക്കെ കൂടുതൽ എക്സാമ്പിൾ ആണ് ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് വരുന്നത് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എക്സാമിന്. അതുകൊണ്ടാണ് ഈ പറയിപ്പിക്കുന്നത്. ഓക്കെ മിസ്, നമ്മൾ ആ ഒരു വിജയത്തിൽ എത്തുമ്പോഴല്ലേ അത് ഇതായിട്ട് സാമ്യമാവല്ലേ? അതെ, വിജയത്തിലെത്തണം, സക്സസ് ആവണം നമ്മള്. ഓക്കെ മാം, എന്റെ ബ്രദറിന് ചെറുപ്പം മുതലേ ഈ എന്ത് സാധനം കിട്ടിയാലും അവനിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. പല്ലേക്കാൻ വേണ്ടി ബ്രഷ് എടുത്താൽ അതിലിങ്ങനെ കുറെ നേരം കൊട്ടിയിട്ടാണ് പല്ലേക്കാൻ തുടങ്ങുക. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രം കൊടുത്താല് പാത്രം തലകുത്തനെ വെച്ച് കുറെ നേരം കൊട്ടും. കാരണം അവന് പണ്ട് ഈ ചെണ്ട, പാട്ട് ഇതൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടം. അപ്പൊ സ്കൂളിലൊക്കെ ചെറിയ ചെറിയ പരിപാടിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പാടി. പക്ഷെ എന്റെ അച്ഛന് വലിയ താല്പര്യമില്ല. അച്ഛൻ പറയും ഈ ചെണ്ട കൊട്ടിയിട്ടൊന്നും ജീവിക്കാനാവില്ല, ശരിക്കും ഒരു നല്ലൊരു പണി വേണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അച്ഛൻ അവനെ ഡിപ്ലോമയ്ക്ക് കൊണ്ട് ചേർത്തു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് കൊണ്ട് ചേർത്തു. പക്ഷെ അവൻ എഞ്ചിനീയറിംഗ് എങ്ങനെയോ കംപ്ലീറ്റ് ആക്കി, സപ്ലി ഒന്നുമില്ല, എങ്ങനെയോ അതൊന്ന് 3 വർഷം 4 വർഷം ചാടി പുറത്തിറങ്ങി. പക്ഷെ ഇപ്പൊ അവന് എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും കൊട്ടാൻ പോകുന്നുണ്ട്. വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, വലിയൊരു ടീമുണ്ട്, ഒരു കരിന്തണ്ടൻ സമിതി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അവര് ഒരുവിധം എവിടെ ഡൽഹിയിൽ വരെ ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ വലിയ ടീമാ. ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ ഒരു 2 ദിവസം കൊണ്ട് അവർക്ക് കിട്ടും. പക്ഷെ എനിക്കറിയാം ഭാവിയിലേക്ക് ചിലപ്പോൾ സ്റ്റേബിൾ ആയ ഒരു വരുമാനമായിരിക്കും. നമുക്ക് അതൊന്നും ഇപ്പൊ എല്ലാ കാലവും ഇങ്ങനെ കൊട്ടി നടക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അവന്റെ പാഷൻ, അവൻ ഈ അഷ്ടപതി പാടുക, പിന്നെ സോപാന സംഗീതം, പിന്നെ പാട്ട് പാടുക, അതൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. എടക്ക കൊട്ടുക. പക്ഷെ ഇപ്പൊ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എല്ലാരും അവനിങ്ങനെ താത്തും, അത് വേണ്ട, അത് കഴിക്കുന്ന നിനക്ക് ജീവിക്കാനാവില്ല, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആകുമ്പോ ഇങ്ങനെ കൊട്ടി നടന്നാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ എനിക്കെന്തോ അവനെ അങ്ങനെ അത് ചെയ്യണ്ടെന്ന് പറയാൻ തോന്നിയിട്ടില്ല. ഞാൻ വിചാരിക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഉള്ള സമയം ആസ്വദിച്ച് അവൻ അവന്റെ പരിപാടി ചെയ്യട്ടെ എന്ന്. പക്ഷെ ഇപ്പൊ അവന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അത്യാവശ്യം പൈസയുണ്ട്. എത്ര കാലത്തെന്ന് അറിയില്ല, പക്ഷെ അവൻ അവന്റെ പാഷനിൽ എത്തിപ്പറ്റും. താങ്ക് യു റീജ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ, കോമ്പൻസേഷന്. ഇനി എന്താണ് ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുന്നേ? സക്സസ് ആവാനായിട്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നേ? മിസ്സേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ +2 2018 എഴുതിയതാണ്. അപ്പൊ എനിക്ക് കിട്ടിയില്ല. ഞാൻ 2 പ്രാവശ്യം എഴുതി. +2 എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടാണ്ടാക്കിയതിന് കൂടെ എല്ലാവരും പറഞ്ഞു ഇനി എഴുതണ്ട. ഞാൻ പറഞ്ഞു ഞാൻ ഇനി എഴുതില്ല, ഞാൻ പാസ്സാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് എഴുതിയില്ല. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞപ്പോ എനിക്ക് പഠിക്കാൻ പിന്നെയും തോന്നി. പിന്നെ ഞാനത് +2 ഞാൻ പഠിച്ച്, 2ാമത് പഠിച്ച്, 3ാമത് പഠിച്ച് ഞാൻ എഴുതി. റിസൾട്ട് വന്നപ്പോ ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അത് റിസൾട്ട് വന്നപ്പോ ഞാൻ പാസ്സായെന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
ഓക്കെ. അപ്പോ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് പലതരത്തിലുള്ള ആളുകളുണ്ട്. പറഞ്ഞോ റീം, പറഞ്ഞോളൂ. എന്റെ കല്യാണം 15 വയസ്സിൽ കഴിഞ്ഞതാ. ഞാൻ 10ാം ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമില്. അതെയോ? ശരിക്കും അത് കഴിഞ്ഞ് 15 വയസ്സ് 10ാം ക്ലാസ് പഠിക്കുന്ന ഹാഫ് എക്സാം ടൈമിലാണ് കഴിഞ്ഞത്. അപ്പൊ അവര് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. ഹസ്ബൻഡിന്റെ വീട്ടില് ഫുൾ ഫാദറിലോ ഗവൺമെന്റിന്റെ PWD എഞ്ചിനീയർ ആയിരുന്നു. സിസ്റ്റേഴ്സ് ഫുള്ളും മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ് നഴ്സുമാരും ഡോക്ടർ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും എന്നെ പഠിപ്പിക്കും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അത്യാവശ്യം നല്ല പഠിക്കുന്നുണ്ടായിരുന്നു ഞാന്. അപ്പൊ എന്നെ പഠിപ്പിക്കും എന്നുള്ള എഗ്രിമെന്റിലൊക്കെ കൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ അടുക്കളയിൽ കയറിയതാ. പിന്നെ എന്നെ പഠിപ്പിക്കാനൊന്നും പറഞ്ഞയച്ചില്ല. കൊച്ചൊക്കെ ആയി കഴിഞ്ഞ് ഒരു 17 വയസ്സായപ്പോഴത്തേക്ക് ഞാന് ഹസ്ബൻഡ് പുറത്തു പോകാൻ നോക്കിയപ്പോ പറഞ്ഞു എനിക്കൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നെ ഇവിടുന്ന് എന്തായാലും സമ്മതിക്കൂല. അമ്മൂസാക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. പട്ടാള ജീവിതം എന്ന് പറഞ്ഞാലും പോരില്ല, അമ്മമാര് ജീവിതമായിരുന്നു. ഒന്നിനും സമ്മതിക്കൂല വീട്ടിലത്തെ എല്ലാരും. നാത്തുമാരൊക്കെ നേരെ ഓപ്പോസിറ്റ് നിന്നു. എന്നെ കൊണ്ടുവന്നത് ഉമ്മാക്ക് സഹായത്തിനാണ്, അല്ലാണ്ട് പഠിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിരുന്നു. അതിൽ ഞാന് കല്യാണം ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞു എന്നെങ്കിൽ പഠിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പൊക്കോന്ന് പറഞ്ഞു. വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. 2 വർഷത്തിന് എന്തെങ്കിലും കോഴ്സ് എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് 10ാം ക്ലാസ് അല്ലേ, ഇവിടെ പെരുന്തോണം മൗലാന ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് ഞാൻ MLT കോഴ്സിന് വേണ്ടല്ലോ VHSC ആ ടൈമിൽ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു ഇല്ല +2 സയൻസ് നിർബന്ധമാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നെ എങ്ങനെയെങ്കിലും അഡ്മിഷൻ നിങ്ങൾ എടുക്കുക. സിസ്റ്ററോട് കുറെ കാര്യം പറഞ്ഞു. എന്നെ പഠിക്കാൻ പറഞ്ഞയച്ചതാണ്, ഞാൻ +2 സയൻസ് എടുത്തോളാന്ന് പറഞ്ഞു. അതില് നോക്കി ഇവിടെ ചേർന്ന രീതിക്ക് നിന്നോ എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടുകാരുടെ മുന്നിൽ ചേർന്ന രീതിക്കായി ഞാൻ അവിടെ. പക്ഷെ ഞാൻ പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഞാൻ +1 +2 ഈ 2 വർഷം കൊണ്ട് പഠിച്ചെടുത്തു. സയൻസ് തന്നെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ DMLT തന്നെ BSc MLT കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രിക്ക് പോയി. ബേക്കിങ്ങിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് പോയി. പറയാന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ PG മോണ്ടിസോറിയും വരെ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് ഞാനൊരു DMLT പഠിക്കാൻ പോയി എന്നുള്ളൊരു മൈൻഡാണ്. ബാക്കിയൊക്കെ ഞാനിങ്ങനെ കാണാതെ കട്ട് പഠിക്കാന്നൊക്കെ പറയൂലേ, അങ്ങനെ പഠിച്ചുണ്ടാക്കിയതാണ്. കുറെ ഡിഗ്രി വരെ കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി ഒക്കെ റെഗുലർ ക്ലാസ്സിൽ തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. ആ പോണ ടൈമിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ പോകും. ഉച്ചവരെ കാരണം റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ വൈകുന്നേരം വീട്ടിൽ കയറുക. അതായത് അത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സ് ITDF ഇതിലുണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്, അതിന് പോവും. പിന്നെ കഴിഞ്ഞേക്ക് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബേക്കിങ്ങിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് പോകും. കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിങ്ങാണ്ട്. അപ്പൊ എനിക്ക് പഠിക്കണം, പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ബേക്കറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, ബേക്കിംഗ് ഒക്കെ. അപ്പൊ ഞാൻ അതിനൊക്കെ പോയി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഒരു പത്തോളജി ലെക്ചറായിട്ട് നിൽക്കുന്നുണ്ട്. കുറെ കുട്ടികളെ പഠിപ്പിച്ചു നിന്ന്. പക്ഷെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോ ഇതൊക്കെ എപ്പോഴാ പഠിച്ചേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊക്കെ സ്വയം കാര്യങ്ങള് ഏറ്റെടുക്കാനുള്ള മെന്റാലിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യൊന്നുമില്ല. അപ്പൊ സ്വയം തനിയായി ഇപ്പൊ ജീവിതം. അതുകൊണ്ട് പിന്നെ കെട്ടും ഫുൾ സപ്പോർട്ട് എല്ലാത്തിനും. ലക്കിയാണ് അല്ലേ? ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആണുള്ളത് അല്ലേ? എല്ലാത്തിനും പറഞ്ഞാൽ ഞാന് ഓഫ് റോഡ് പോവും, റൈഡൊക്കെ പോവും. ഇതിനൊക്കെ ആർക്കും അറിയൂല. പക്ഷെ ഞാനിങ്ങനെ കെട്ടിയവന് മാത്രമേ അറിയാം ഈ പോടെ കാര്യങ്ങൾ. കെട്ടിയവൻ പറഞ്ഞു ഈ പൊക്കോ, എന്നെ ഭയങ്കര വിശ്വാസമാണ്, പൊക്കോ. നമ്മളതുപോലെ തിരിച്ചങ്ങോട്ട് അതുപോലെ തന്നെ ആട്ടോ. നമ്മള് ചീറ്റിങ്ങോ വിശ്വാസവഞ്ചനോ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ നമ്മളോട് തിരിച്ചിങ്ങനെയാ. എന്നോട് പറയും ഈ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇടുകയെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് നിർത്തി എന്നിട്ട് ഇട്ടോന്ന് പറയും. ശരിക്കും പേരെന്താണ്? ഫെബിന. ഫെബിന. ഫെബിന എന്താ പറയാ, നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് അല്ലേ? എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കും കേട്ടോ ഫെബിനയ്ക്ക്. ഇനിയും മുമ്പോട്ട് പോട്ടെ കേട്ടോ. ഇനിയും ധാരാളം കാര്യങ്ങള്, അതായത് ചെറുപ്പത്തിലെ പഠിക്കാൻ പറ്റാത്തതിന്റെ, അതായത് ആ ഒരു കാലം നഷ്ടപ്പെട്ടതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവപ്പെടാറുണ്ടോ? ആ ഒരു
റെഗുലർ ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോലെ എനിക്ക് എല്ലാം ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. എന്റെ ഉമ്മാന്റെ ഒരു കേസ് ഒക്കെ ഉണ്ട്. ടീച്ചേഴ്സ് വരെ എന്നെ ആലപ്പുഴ ഭാഗത്ത് തെക്കൻ കേരളത്തിലോട്ടൊക്കെ പഠിച്ചിട്ടുള്ള പോലെ കല്യാണം കഴിപ്പിക്കാം. അപ്പൊ അവിടുത്തെ ടീച്ചർമാരുണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്നത്, ഞാൻ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിയായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കാൻ ടൈമിലാണ് A+ വരുന്നത്. അപ്പൊ ഓരോ കുട്ടികളെ അങ്ങനെ ടാർഗറ്റ് ചെയ്യില്ല, ഈ കുട്ടി ഇന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ ഇതുണ്ടായില്ലേ, അതിൽ പെട്ടതായിരുന്നു. അപ്പൊ ഹിന്ദി ടീച്ചർ വന്നുകൊണ്ട് എന്റെ ഉമ്മാനോട് പറഞ്ഞു, ആ മോളെ എനിക്ക് തന്നള, ഞാൻ വളർത്തിക്കോളാന്ന് വരെ പറഞ്ഞതാ. പക്ഷെ എന്റെ ഉമ്മ ഉണ്ടോ കേൾക്കുന്നു. എത്ര വയസ്സുണ്ട് ഫെബിനക്ക് ഇപ്പൊ? എത്ര വയസ്സായി? അന്ന് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. പിന്നെ താത്താനൊക്കെ 9ാം ക്ലാസ്സിന് കല്യാണം കഴിഞ്ഞുള്ളൂ. ഈ മലപ്പുറം ഭാഗത്ത് കംപ്ലീറ്റ് അങ്ങനെ പക്കാ ഈ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ആരും കെട്ടിക്കൊണ്ടാവാത്തൊരവസ്ഥയായിരുന്നു. ഞാനാച്ചാ ഇച്ചിരി നിറം കമ്മിയാണ്. എനിക്ക് വരുന്ന കല്യാണം മൊത്തം നിറമില്ല, ബ്രദേഴ്സ് ഇല്ല, എനിക്ക് ആങ്ങളാരില്ല, ഞങ്ങൾ 3 പെൺകുച്ചുങ്ങളാ. അപ്പൊ ആങ്ങളാരില്ല. ഈ 2 റീസൺ മാത്രമേ ഉള്ളൂ എനിക്ക് കല്യാണം മുടങ്ങുന്നത്. കുറേ കല്യാണക്കാര് വന്നു. എന്റെ അനിയത്തി എന്നിങ്ങോയും നല്ല ഭംഗിയുണ്ട്. അപ്പൊ അവൾക്കായി കല്യാണം വരില്ല. പിന്നെ എന്നെ വീട്ടിലിങ്ങനെ ഇരുത്തൽ തുടങ്ങി. അവൻ പറഞ്ഞു വരുന്നവരെ കൊണ്ട് കെട്ടിപ്പിക്കാന്നുള്ളൊരു മൈൻഡ് അതിന്റെ അമ്മക്ക്. അങ്ങനെ 10ാം ക്ലാസ് എക്സാം ഹാഫ് ഇയർ എക്സാം ആയത്തേക്ക് കല്യാണം കഴിഞ്ഞു. പക്ഷെ കെട്ടിയോ അടിപൊളിയാ. ഇനിയും ധാരാളം ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ കേട്ടോ ഫെബിനക്ക്. ഇനിയും ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റട്ടെ. ഓക്കെ. തീർച്ചയായിട്ടും എന്റെ താത്തയ്ക്ക് ഞാൻ അവളോട് എപ്പോഴും പറയും, അവള് വെറും 9ാം ക്ലാസ്സുള്ള അവളെ കയ്യിലുള്ളത്. ഞാൻ പറയും അവളോട്, ഇന്ന് നമുക്ക് കുറെ ഫിനാൻഷ്യലി ഉണ്ടായിട്ട് കാര്യമില്ല, നാളെ നമ്മളെ ഹസ്ബൻഡിന് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ എന്താ ചെയ്യാ എന്നല്ല അവരോട് പറഞ്ഞു കൊടുക്കും. എന്റെ അനിയത്തിക്ക് അവസരം ഉണ്ടായിരുന്നു, അവളോട് പറഞ്ഞു ഇനി താഴെ വേറെല്ലല്ലോ, അവൾക്ക് എത്ര വേണമെങ്കിലും പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് പഠിക്കണ്ടെന്നുള്ളൊരു മെന്റാലിറ്റിയിലെ ടൈപ്പാ. അവളെ ഞങ്ങള് തള്ളി വിട്ട് +2 കഴിഞ്ഞോളാം പറഞ്ഞു, എനിക്ക് വയ്യ പഠിക്കാന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ എന്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഇന്ന് എവിടെയോ എത്തിയിട്ടുണ്ടാകുന്ന പറയും. ഇപ്പൊ റെഗുലർ അല്ലെങ്കിലും ഞാൻ കോയമ്പത്തൂരൊക്കെ പോയിട്ടാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത്, ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നത് കുറെ. അപ്പൊ വീട്ടില് വിരുന്ന് പോവും. എന്റെ ഉമ്മാക്ക് അറിയായിരുന്നു, വീട്ടിൽ പോവും. എന്റെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്റെ വീട്ടുകാർ ചെല്ലാം. ഞാൻ എപ്പോഴും ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല, എന്താ ഇവിടെ അറിയണ്ടെന്നുള്ളൊരു മൈൻഡ്. അറിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ തനിയെ വീടൊക്കെ വെച്ച് നിന്നപ്പോ അഡ്രസ്സൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യലോടെ എത്തിയിരുന്നു. എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സമ്മതിക്കണം. ഇങ്ങനെ ആരും അറിയാതൊക്കെ ഇങ്ങനെ ആർക്കും ഒരു ഇത് പഠിക്കുന്നത് അങ്ങനെ ആരും കണ്ടിട്ടില്ലേ അപ്പൊ? ഇല്ല അല്ലേ? ഹസ്ബൻഡിന്റെ അനിയന്റെ വൈഫ്, അവളൊരു കുറച്ച് ദുഷ്ടത്തിയാ. അറിയാം, അവള് ഒരു ദിവസം എന്റെ റൂമിൽ കയറിയിട്ട് ഉമ്മ ഇങ്ങനെ, അമ്മായിയമ്മ ഉണ്ടായിരുന്നു, അമ്മായിയമ്മ പിന്നെ അങ്ങനെ മെയിൻറ്റ് ചെയ്യില്ലായിരുന്നു. പിന്നെ നാത്തൂമാരൊന്നും വീട്ടിലില്ല. അപ്പൊ അത് നമ്മളെ റൂമിന്റെ അകത്ത് എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവളൊരു ദിവസം എന്റെ റൂമിൽ കയറി എന്തോ നോക്കിയപ്പോ കുറെ സർട്ടിഫിക്കറ്റ്, കുറെ കാര്യം ബുക്കുകളൊക്കെ കണ്ടേക്കിന് അവളെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പിന്നെ അത് ഭയങ്കര സീനായി. അയ്യോ, ഞാൻ ഇന്ന് സൂസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒരു നിമിഷം ഇല്ലാണ്ടാവല്ലേ, അതിന്റെ വേദന ഒന്നും പറഞ്ഞറിയൂല. ഇത്രയും ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഈയും പഠിച്ചോ, എന്തിനാ നമ്മളെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ, ഈ വേണമെങ്കിൽ ഈയും പഠിച്ചോ. പക്ഷെ അവർക്ക് കെട്ടിയമ്മന്റെ വീട്ടിലവർക്ക് പഠിക്കണ്ട, അങ്ങനെ പെൺകുട്ടി പുറത്തു പോയി പഠിക്കണ്ട എന്നുള്ളൊരു മൈൻഡാണ് അവർക്ക്. അവളായിരുന്നു എന്റെ ഒരു കാര്യത്തിൽ വില്ലത്തിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ, ബ്രദറിലോണ്ട് വൈഫ്. ഇനിയും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ, ഇനിയും പഠിക്കാൻ പറ്റട്ടെ കേട്ടോ ഫെബിന. ഈ പ്രശ്നമില്ല, അപ്പൊ ഞാൻ തനിയെ വീടല്ലേ, എനിക്കൊരു കുഴപ്പമില്ല. ഇതിപ്പോ ഇനി എന്റെ ഇഷ്ടങ്ങളാണ്, എന്റെ കാര്യങ്ങളാണ്, അതുകൊണ്ട് പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് പോകാം. റേഷണലൈസേഷൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, നിങ്ങൾ മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് റേഷണലൈസേഷൻ നോക്കാം. എന്താണ് റേഷണലൈസേഷൻ? യുക്തിവൽക്കരണം. എന്താണ്? യുക്തിവൽക്കരണം ആണോ? എങ്ങനെയാണ് നമുക്ക് ഡിഫറൻസ് മെക്കാനിസവുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഞാനിത് അത് പറഞ്ഞുതരാം. നമുക്ക് പറഞ്ഞു. എന്തെങ്കിലും ഒരു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിച്ചാൽ അത് മറ്റുള്ളവരെ ഇതിൽ അടിച്ചമർത്തിച്ചിട്ട് നമ്മൾ സ്വയം രക്ഷ നേടാൻ നോക്കില്ലേ? അതെ. അതായത് പെരുമാറ്റത്തിന് സ്വയം ന്യായീകരിക്കും, വിശദീകരണങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ സ്വയം രക്ഷ നേടുന്നു. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇല്ലാത്ത എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ ഓക്കെ ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കൂലേ? നമ്മൾ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ പരാജയങ്ങൾ, ഫെയിലിയർ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടെത്തി ആശ്വാസം നൽകുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തെറ്റായിട്ടുള്ള ഫെയിലിയറിന് കാരണം എന്താണ്, അത് ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മളെ തന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ലല്ലോ, അതല്ല ഡിഫൻസ് മെക്കാനിസം. നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ, ആർഗ്യുമെന്റ്സുകളൊക്കെ നിരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആശ്വാസം കണ്ടെത്തുന്നു. എക്സാമ്പിൾ പറയാമോ നിങ്ങൾക്ക്? ഒന്നുകൂടി പറഞ്ഞുതരാം ഞാനിത്. ഫെയിലിയർ നടക്കുന്ന സമയത്ത്, അതായത് പരാജയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടെത്തി ആശ്വാസം നൽകുന്നതിനെ റേഷണലൈസേഷൻ എന്ന് പറയുന്നു. മാം അന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ എക്സാമിലൊക്കെ ഫെയിലിയർ ആവുമ്പോ അത് ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടഫ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കും മാം? അതെ, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ. അതായത് എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് ആ കുട്ടിയായ എക്സാമിന് തോറ്റത് എന്നാണ് പറയുന്നത്. ന്യായീകരണം കണ്ടെത്തുക. അവൻ പറയാണ് അവൻ പഠിക്കാത്തതുകൊണ്ടല്ല, ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫ് ആയിരുന്നു. ഓക്കെ, സിലബസിൽ ഇല്ലാത്ത കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നൊന്നുമല്ല ക്വസ്റ്റ്യൻ വന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾമോസ്റ്റ് ടഫ് ആയിരുന്നു, അതുകൊണ്ടാണ് ആ എക്സാമിന് ഞാൻ തോറ്റെന്ന് ആ കുട്ടി എന്ത് ചെയ്യാണ്? ന്യായീകരണം നടത്തുവാണ്. അപ്പൊ എന്ത് ചെയ്യുന്നില്ല, അവനെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് എന്ത് ചെയ്യുന്നത്? കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ ന്യായീകരിച്ച് ആശ്വാസം കണ്ടെത്തുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഞാനിപ്പോ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എക്സാമ്പിൾ ഇവിടെ പറയാവുന്നതാണ് കേട്ടോ. ചിന്തിച്ചു നോക്കിയാൽ അറിയാം എന്തൊക്കെയാണെന്ന്. ഞാൻ പറയാറുണ്ട് മാം, ഞാനിപ്പോ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പാടെ എനിക്ക് ഇപ്പൊ ടീച്ചിങ് കോഴ്സ് ചെയ്യാനെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ കൺസീവ് ആയി ആ സമയത്ത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാ പെട്ടെന്ന് പ്രഗ്നൻസി ആയതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. വേണമെങ്കിൽ എനിക്ക് അന്നേരം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പഠിക്കായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും എന്നെ സമാധാനിപ്പിക്കുന്നത് അന്നേരം ഞാൻ പെട്ടെന്ന് കൺസീവ് ആയത് കൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അത് തന്നെ അല്ലെങ്കിൽ തനിയെ തന്നെ ആശ്വാസം കണ്ടെത്തുന്നവരെയാണ്. മറ്റുള്ള കാരണങ്ങൾ നിരത്തി തനിയെ ആശ്വാസം കണ്ടെത്തുന്നതാണ് എന്ത്? റേഷണലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായാലും കോമ്പൻസേഷൻ ക്ലിയർ ആയി, റേഷണലൈസേഷൻ ക്ലിയർ ആയി. നോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? മിസ്, ഈ രണ്ടാമത് പറഞ്ഞതേ നമ്മൾ പൊതുവായിട്ട് ജീവിതത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ മാർഗമാണെന്ന് തോന്നുന്നത് അല്ലേ മിസ്സേ? പല കാര്യങ്ങളിലുവേ ഒരു ഡിഫൻസ് മെക്കാനിസം. കാരണം നിസ്സാരം ഒരു കറി, ഒരു സാമ്പാർ വെച്ചാൽ മോശമായ പോലുവേ ഇപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് പറയും ഇന്ന് ആ പൗഡർ, ആ കറി പൗഡർ കൊള്ളത്തില്ലായിരുന്നില്ല, ഈ എണ്ണ ശരിയായില്ല, എന്തെങ്കിലും ഒരു കാരണം. അത് കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കുന്ന ഇതായിരിക്കുമെന്ന്.
അതെ, അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോട് സിമിലർ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം വരുന്നുണ്ട്, ഞാൻ പറയാം കേട്ടോ. ഇനി അടുത്തത് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പ്രൊജക്ഷൻ എന്ന് കേട്ടോ. അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാല് അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഒരു ഫെയിലിയർ വന്നു, അല്ലെങ്കിൽ നമ്മളൊരു കുറ്റം ചെയ്തു. അപ്പോ അത് നമ്മൾ പറയാണ് നമ്മൾ കാരണമല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനൊരു കാരണക്കാരനല്ല. എനിക്ക് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിന്റെ കാരണക്കാരിയല്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞാനല്ല ചെയ്തത്, മറിച്ച് അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു പ്രൊജക്ഷന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, എക്സാമിന് തോറ്റ കുട്ടി പറയാണ്, ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ എക്സാമിന് തോറ്റത്. ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല. അവര് വെറുതെ വന്ന് ഓരോ കാര്യങ്ങൾ വായിച്ചു പോകുന്നു, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരൊരിക്കലും ക്ലാസ് എടുത്തിട്ടില്ല. അപ്പോ ആ ഒരു കുറ്റം മുഴുവൻ ആർക്കാണ് കൊടുക്കുന്നത്? ടീച്ചർക്കാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിയില് തോറ്റ ഒരാള് പറയുവാണ്, ഞാൻ മര്യാദയ്ക്ക് കളിക്കാത്തത് കൊണ്ടല്ല, ഞാൻ നന്നായിട്ട് തന്നെയാണ് പ്ലേ ചെയ്തത്, പക്ഷെ ബാറ്റ് നല്ലതായിരുന്നില്ല, ആ ബാറ്റ് മോശമായത് കൊണ്ടാണ് എനിക്ക് ക്രിക്കറ്റ് കളിയില് ഞാൻ പരാജയപ്പെടാനായിട്ട് കാരണം. അങ്ങനെ മറ്റുള്ളവരെ കുറ്റം ചാർത്തുന്നതിനെ നമുക്ക് എന്ത് പറയാം? പ്രൊജക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ റേഷണലൈസേഷനും അതുപോലെ പ്രൊജക്ഷനും ഏകദേശം സിമിലർ ആയിട്ട് വരുന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, മറ്റേ റേഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, നമുക്ക് ഏത് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരെണ്ണത്തിനെ നമുക്ക് ഏതൊരു മാർഗം ഉപയോഗിച്ച് നമുക്ക് നമ്മളെ തന്നെ ന്യായീകരിക്കാനായിട്ട് പറ്റും. പക്ഷെ പ്രൊജക്ഷനിൽ വരുമ്പോൾ മറ്റുള്ളവരിൽ കുറ്റം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പ്രൊജക്ഷൻ മനസ്സിലായോ? യെസ് മാം. Then അടുത്തതാണ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ റീഡ് ചെയ്തോളൂ. ഇത് കഴിയുമ്പോൾ എല്ലാവരും ഒരു എക്സാമ്പിൾ എങ്കിലും പറയണം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ ഡിഫൻസ് മെക്കാനിസം ഓരോ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നില്ല, ലാസ്റ്റ് ഞാൻ ചോദിക്കാം. എല്ലാവരും ചോദിക്കുന്ന കാര്യത്തിന് എല്ലാ ഡിഫൻസ് മെക്കാനിസത്തിനും ഒരു എക്സാമ്പിൾ എങ്കിലും എഴുതിയിട്ടുണ്ടാവണം. ഞാൻ കുറച്ച് സമയം തരാം എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എഴുതാനായിട്ട് പറ്റില്ലേ? ഓക്കെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ റീഡ് ചെയ്യാം കേട്ടോ.
മാം ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്താണ് സാറ്റിസ്ഫാക്ഷൻ? തൃപ്തിപ്പെടുക. സംതൃപ്തി അങ്ങനെ എന്തോ ആണോ? സാറ്റിസ്ഫാക്ഷൻ ആണോ? ആ സംതൃപ്തി എന്ന് പറയും. സംതൃപ്തി. ഓക്കെ. നോക്കാം. ഐഡന്റിഫിക്കേഷൻ. ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം which makes one able to attain satisfaction from the success of other people, groups or organizations. Here worshipping is also a form of identification. വല്ലത് മനസ്സിലായോ വായിച്ചിട്ട്? എന്താ മനസ്സിലായത്? നമുക്കിപ്പോ ഒരു കാര്യത്തിൽ സന്തോഷിക്കണമെന്നെങ്കിൽ നമുക്ക് തന്നെ വിജയം വേണമെന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മളെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിന് ആർക്കെങ്കിലും ഒരു വിജയം ഉണ്ടാവുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയുന്നത്. അതെ, നമ്മൾ അങ്ങനെ സന്തോഷിക്കാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരാണോ എല്ലാവരും? ഓക്കെ, നല്ല കുട്ടികളാണ് കേട്ടോ. അങ്ങനെ തന്നെ വേണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് സക്സസ് ആവാത്തൊരു മേഖലയിൽ മറ്റൊരാളെ സക്സസ് ആവുന്നുണ്ടെങ്കിൽ അയാളുടെ വിജയം അല്ലെങ്കിൽ അയാളുടെ സക്സസ് നമ്മുടേതാണെന്ന് കരുതുകയും അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിന് സ്വയം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ വിജയം നമ്മുടേതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാൻ ഇതിനകത്ത് കൊടുക്കുവാണെങ്കിൽ, നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സിനിമ താരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾക്ക് സ്പോർട്സിൽ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ട്, മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ട്, അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അല്ലെ. അവരുടെയൊക്കെ വിജയം എന്താണെന്നാണ് നമ്മൾ കരുതുന്നത്? അവര് വിജയിച്ചാൽ നമ്മൾ എന്തിനാണ് ആഹ്ലാദം? എന്തിനാണ് നമുക്ക് ഭയങ്കര സന്തോഷം? എന്താണ്? എന്തുകൊണ്ടാണ്? നമ്മളെ വിജയമായിട്ട് നമ്മൾ കണക്കാക്കും. നമ്മുടെ വിജയമായിട്ടാണ് അത് കണക്കാക്കുന്നത് അല്ലെ. ഓക്കെ, 3-4 വ്യക്തികൾ ചേർന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവര് ജയിക്കുവാണെങ്കിൽ നമ്മൾക്കൊരു എന്താ പറയാ, നമ്മുടെ ഇന്ത്യ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ തന്നെ ജയിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലെ. ഇത് നമുക്ക് ഐഡന്റിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ സിനിമാ താരങ്ങളുണ്ട് അല്ലെ. അതായത് ഒരാളുടെ ഇപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ലാലേട്ടൻ, മമ്മൂക്ക, അവരുടെയൊക്കെ പടങ്ങളൊക്കെ ഹിറ്റ് ആവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മള് അവരുടെയൊക്കെ ഫാൻസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും അല്ലെ. അപ്പോ അവരുടെ വിജയം നമ്മുടെ കൂടി വിജയമാണെന്ന് കരുതുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിൽ മനസ്സ് സന്തോഷിക്കുകയും ചെയ്യുന്നതിനെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ, ഇപ്പൊ നേരത്തെ അമൃത പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട്, ഓക്കെ, ആ ഫ്രണ്ടിന് നല്ല രീതിയിലുള്ള നല്ലൊരു പൊസിഷനിലുള്ള ഒരു ജോലി കിട്ടുവാണ്. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര സന്തോഷം തോന്നുവാണ്. ആ കുട്ടിക്കാണ്, നമുക്കല്ല കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ഫ്രണ്ടിനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുകയും നമ്മുടെ മനസ്സ് സന്തോഷിക്കുകയും ചെയ്യാണ്. അതിനെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. സാധാരണ ആളുകൾക്ക് കൂടുതലായിട്ടും അസൂയയും കുശുമ്പും ഒക്കെയാണ് ഉണ്ടാവുന്നത് അല്ലെ. നോർമലി നമ്മൾ കണ്ടുവരുന്ന മെജോറിറ്റി ആളുകളും അങ്ങനെ തന്നെയാണ്. വളരെ ചുരുക്കം ആളുകളാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് സ്പോർട്സിൽ കാണാൻ പറ്റും. അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലെ നമ്മുടെ സെലിബ്രിറ്റികള്, അവരുടെയൊക്കെ സക്സസിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷിക്കുന്നുണ്ട് അല്ലെ. ഫ്രണ്ടിന്റെ സക്സസിൽ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അങ്ങനെ എന്ത് ചെയ്യുക? സന്തോഷിക്കുക. മറ്റൊരാൾക്കൊക്കെ ഭയങ്കര നിരാശയായിരിക്കും. ഓ, എനിക്ക് അവനെ പോലെ ആവാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അവന്റെ പോലെ അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെ ഓർത്ത് നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, പക്ഷെ അല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പൊ ഇത്തരത്തില് മറ്റുള്ളവരുടെ വിജയം നമ്മുടേതാണെന്ന് കരുതുന്നതിനെ എന്ത് പറയുന്നു? എന്താ പറയുന്നേ? ഐഡന്റിഫിക്കേഷൻ. Identification. Then fifth one, substitution. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് 5 എണ്ണം വരെ പറയാം, എന്നിട്ട് നമുക്ക് ഓരോന്നിനും എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പൊ പറയണം കേട്ടോ.
Okay, it's an adjustment mechanism in which the original goals or desires are exchanged by others. എന്താ മനസ്സിലായത്? Substitution. നമ്മളെ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒക്കെ മറ്റുള്ളവര് കൈകാര്യം ചെയ്യും. അതായത് നമ്മൾക്ക് ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് ചിലപ്പോ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം, ചെറുപ്പത്തിലേ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതായത് വലിയ വലിയ ലക്ഷ്യങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും ഒക്കെയാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കുക. പക്ഷെ എന്താ പറയാ ആ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുകയും അത് വിധിയാണെന്ന് സമാധാനിക്കുകയും മനസ്സിനെ സ്വയം പറഞ്ഞ്, അതായത് ഞാൻ അവർക്ക് വേണ്ടിയാണല്ലോ അത് ചെയ്തത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പല സാക്രിഫൈസും ചെയ്തിട്ടുണ്ടാകാം അല്ലെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്രമാത്രം സാക്രിഫൈസ് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഹസ്ബൻഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമുക്ക് നിറവേറ്റാൻ പറ്റാതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ആഗ്രഹം മാറ്റിവെക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ആഗ്രഹം മാറ്റിവെക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വയമേ സമാധാനിക്കുന്നു, അതെന്റെ വിധിയാണ്, അല്ലെങ്കിൽ അവരാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ ഫാമിലി അല്ലെങ്കിൽ എന്റെ മക്കളാണ്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എനിക്കൊന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി മാറ്റിവെക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അതെ. ഓക്കെ, 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5 കാര്യങ്ങളിൽ പറഞ്ഞതില് 5-ാമത്തേൽ തുടങ്ങി നമുക്ക് പറയാം. സബ്സ്റ്റിറ്റ്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? നമ്മളിപ്പോ എന്തേലും വലിയ ആഗ്രഹത്തോടെ ഉണ്ടാക്കുവാണ്, എന്നിട്ട് പക്ഷെ നമുക്ക് അല്ല വീട്ടിൽ നമ്മളിപ്പോ ഒത്തിരി പേരുണ്ടെന്ന് വിചാരിക്കുക, അന്നേരം നമ്മൾ വലിയ ആഗ്രഹത്തോടെ ഉണ്ടാക്കി, അന്നേരം അത് പിള്ളേർ ഫുള്ള് ഇത് എടുത്ത് കഴിച്ച്, എന്നിട്ട് പക്ഷെ നമുക്കത് കിട്ടിയില്ല, പക്ഷെ നമ്മളത് അവര് കഴിച്ചു എന്നുള്ള ഇതില് നമ്മൾ അത് സ്വയമായിട്ട് ത്യജിക്കുന്നു. മിസ്സേ അതുപോലെ ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാനുണ്ട്. അതായത് 2013 എനിക്ക് CRPF സെലക്ഷൻ കിട്ടിയായിരുന്നു. 2013. അപ്പം ഫിസിക്കൽ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കപ്പോൾ 18 വയസ്സ് പൂർത്തിയാവാത്തത് കൊണ്ട് ഒരു 1 ഇയറും കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണമായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ ഒരു 2016 കൂടി ലാസ്റ്റ് റിസൾട്ട് വന്ന് എനിക്ക് കാർഡൊക്കെ വന്നു വീട്ടിൽ പോവാനായിട്ട്. അപ്പം കാർഡെല്ലാം വന്ന് അതുവരയ്ക്കും എന്നെ 17ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണമേ. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഇതിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും കൊടുക്കാനും എടുക്കാനും എല്ലാം വന്നത്. ജെൻഡർ വെച്ച് ഫീമെയിൽ എന്നുള്ളത് മെയിൽ വെച്ച് അയച്ചത് ചേട്ടൻ. പള്ളിപ്പുറം ക്യാമ്പിൽ വെച്ചിട്ട് ഫിസിക്കലൊക്കെ ഞാൻ ബോയ്സിന്റെ കൂടെ ചെയ്തത്. ഫിസിക്കലൊക്കെ എനിക്ക് ബോയ്സിന്റെ കൂടെ, കാരണം ജെൻഡർ മെയിൽ കയറിപ്പോയത് കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെയാ വന്നതേ. അപ്പൊ ഞാനത് കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ മെഡിക്കൽ കിട്ടി, എനിക്ക് കാർഡും വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ വീട്ടിൽ അറിയിച്ചില്ല. ഞാൻ അപ്പൊ സർപ്രൈസ് ആയിട്ട് അമ്മയോട് ഇത് പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും ചേട്ടൻ പെട്ടെന്ന്, കാരണം 8 വർഷം നമ്മൾ വെളിയിൽ തന്നെ ജോലി ചെയ്യണം, നമുക്ക് കേരളത്തിനകത്തൊരു പോസ്റ്റിങ്ങോ ഒക്കെ വരണമെങ്കിൽ 8 വർഷം നമ്മൾ ജോലി ചെയ്തതിന് ശേഷം മാത്രമേ അവരത് ചിന്തിക്കത്തുള്ളൂ. പക്ഷെ എല്ലാത്തിനും സംഭവിച്ചിട്ട് അവസാന നിമിഷം ചേട്ടൻ അങ്ങ് വിഷമിച്ചിട്ട് പറഞ്ഞു, ജിപ്പി നീ 8 വർഷമൊക്കെ അങ്ങനെ വെളിയിൽ പോയി നിൽക്കുന്നു, എനിക്ക് കാണാൻ പറ്റത്തില്ല, പിന്നെ ഇനി നീ അവിടെ പോയി ജോലിയൊക്കെ കിട്ടി. ഇപ്പം മണ്ടത്തരമാണെന്ന് തോന്നുന്നുണ്ടേ, എങ്കിലും ഞാൻ അപ്പോഴത്തെ എന്റെ ചിന്താഗതിയാ, നീ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പൈസയൊക്കെ ആവും, അപ്പൊ ചിലപ്പോ നിനക്ക് എന്നെ വേണ്ടെന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞ് ഈ ചേട്ടൻ കരയുകയൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അയ്യോ, ഞാൻ അങ്ങനെ പുള്ളി ഇങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല എനിക്ക് കാർഡ് വന്ന കാര്യം. കാർഡ് വന്ന കാര്യം പറയാതെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടിയില്ല, ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു, എന്നെ അവർ വിളിച്ചില്ലെന്ന്. പക്ഷെ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു കസിൻ വഴി അമ്മ ഇതറിഞ്ഞ് വീട്ടില് ഭൂകമ്പം ഉണ്ടായില്ലെന്നേ ഉള്ളൂ, ഭയങ്കര വഴക്കായിരുന്നു അമ്മ. പക്ഷെ എനിക്കതില് എനിക്കതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു 2-3 മാസത്തിനകത്ത് വെച്ചാണ് എനിക്ക് എൻ്റെ മൂത്ത മോനുണ്ടായത്.
അപ്പോ ആ ഒരു രീതിയിൽ ചേട്ടന്റെ ആ ഒരു സന്തോഷം ഞങ്ങളുടെ ഒരു ജീവിതത്തിലെ അതൊരു വലിയ സന്തോഷമായിട്ട് മാറി. അപ്പൊ എന്റെ പക്ഷെ അതൊരു ലക്ഷ്യവും സ്വപ്നവും ഒക്കെ ആയിരുന്നു. എനിക്ക് പോലീസ് ഓഫീസർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അതെത്തിയില്ല. ഇത് കിട്ടിയത് എന്റെ കൈ കിട്ടിയ ഒരു കാര്യം ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ അതിലെനിക്ക് വിഷമമില്ല. പക്ഷെ സാമ്പത്തികത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ അതൊരു മണ്ടത്തരമാണെന്ന് എന്നാ തോന്നുകയും ചെയ്യും. എൻ്റെ ഒരു അനുഭവം പറയാം. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാക്കിയിട്ട് ഞാന് ഇവിടെ പെരുന്തൽമണ്ണ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ കോളേജ് ഉണ്ട്. അതില് പത്തോളജി ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ടീച്ചിങ് കയറി ഒരു 3 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ എൻ്റെ അമ്മായിയമ്മ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്ന് ഒരു എല്ലാം തളർന്ന് കിടക്കുക. മെന്റലി എന്താണ് മറവി രോഗമൊക്കെ വരത്തില്ലേ, സ്ട്രോക്ക് വന്ന മറവി കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ 2 ആഴ്ച 1 മാസത്തേക്ക് ലീവൊക്കെ എഴുതി കൊടുത്തു നിന്നു. അപ്പൊ 2 ആഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നും ആവില്ല, ഇങ്ങനെ കിടക്കുള്ളൂ, നമ്മളിങ്ങനെ ഫിസിയോതെറാപ്പി കൊടുത്ത് ലെവലാക്കുക എന്ന് പറഞ്ഞു. അവർക്ക് യൂറിനും മോഷനൊക്കെ കിടന്നോടത്ത് കിടന്ന് പോവുകയാണ്. ഒരു ജീവശരീരം എന്നൊക്കെ പറയില്ലേ, ജീവൻ ഉണ്ടായിരുന്നു എന്നാ ശരീരം കൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ആയപ്പോ ആരും നോക്കുന്നില്ല, പെൺമക്കളൊന്നും വരില്ല, അവരൊക്കെ ജോലിയായിട്ടെല്ലാം ഓരോ സ്ഥലത്ത് കൂടിയാണ്, ആരും വരില്ല. ഹസ്ബൻഡ് അനിയന്റെ വൈഫും പറഞ്ഞു അവളെയും കൊണ്ടും പറ്റില്ലായിരുന്നു. അപ്പൊ ഞാന് എന്റെ ജോബൊക്കെ ഇത്രയും ആഗ്രഹിച്ച ജോബൊക്കെ റിസൈൻ ചെയ്ത് ഉമ്മാനെ നോക്കാനായിട്ട് ഞങ്ങളൊരു ആയുർവേദിക് ക്ലിനിക്കിൽ അങ്ങ് പോയി. ഇപ്പൊ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ ചുമ്മാ വീട്ടിലിരിക്കുകയാണ്. റിസൈൻ ചെയ്ത് പോകുന്നല്ലേ, എനിക്ക് അത്രയും ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് ജോബൊക്കെ റിസൈൻ ചെയ്ത് അങ്ങനെ പോന്നു. പലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് എത്രമാത്രം സാക്രിഫൈസ് അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചിന്ത വരുന്നത് അല്ലെ. ഓക്കെ, വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ സബ്സ്റ്റിറ്റ്യൂഷന് പറയാനായിട്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ ഐഡന്റിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ പറയാമോ? ഐഡന്റിഫിക്കേഷൻ അമൃത ഒരു എക്സാമ്പിൾ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ. യെസ് മാം. ഐഡന്റിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ പറയാമോ? പറയാം മാം. ഞാന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ കുറച്ചുനാൾ PSC കോച്ചിങ്ങിന് പോയായിരുന്നു. പക്ഷെ ആ സമയത്ത് വെറുതെ കോച്ചിങ്ങിന് പോയി എന്നുള്ളൂ, ഞാൻ അത്രമാത്രം ശ്രമിച്ചിട്ടൊന്നുമില്ല. അത് ഡെയിലി നമ്മൾ കോളേജിലൊക്കെ പോകുന്ന പോലെ പോവും, അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ശ്രമിക്കാറില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രേഷ്മ എന്ന് പറഞ്ഞ ആള് നന്നായിട്ട് ശ്രമിക്കും. നമ്മളൊക്കെ ഇരുന്ന് കളിക്കുന്ന സമയത്തൊക്കെ ആളിരുന്ന് പഠിക്കും. ഒഴിവുള്ള ദിവസം വരെയും സെന്ററിൽ പോയി അവിടുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ നമ്മള് ഈ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് നമ്മൾക്ക് ആർക്കും കിട്ടിയില്ലെങ്കിലും അവർക്ക് എന്തായാലും കിട്ടണം. അപ്പോ ആ സമയത്തായിരുന്നു അവൾക്ക് പോലീസ് ആവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ സമയത്ത് അവള് എക്സാം എഴുതി ഫിസിക്കൽ, നമ്മള് ആ ഭാഗത്തേ പോയില്ല, കാരണം ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ആള് കുറച്ച് സ്പോർട്സിലൊക്കെ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ആളായിരുന്നു. അപ്പൊ എക്സാം എഴുതി ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ എഴുതി കിട്ടിയപ്പോ നല്ല സന്തോഷമായിരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമേ വന്നിട്ടില്ല, കാരണം അവള് നന്നായിട്ട് ട്രൈ ചെയ്തു, നമ്മളാരും ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് അവക്കത് ആ ജോലി കിട്ടിയപ്പോ നമുക്ക് എല്ലാവർക്കും, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. സന്തോഷമായി അല്ലേ? ഓക്കെ. സങ്കടം ഉണ്ടായോ? ഇല്ല, സങ്കടം ഉണ്ടായില്ല മാം, കാരണം നമ്മളതിന് ട്രൈ ചെയ്തിട്ടേ ഇല്ല, ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് കൊണ്ടേ. ഓക്കെ. വേറെ ആരെങ്കിലും ഐഡന്റിഫിക്കേഷൻ എക്സാമ്പിൾ പറയാമോ? ഒരെണ്ണം കൂടി. മാം, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഞങ്ങൾ അടുപ്പിച്ചിരുന്ന് പഠിച്ചവരാ. പക്ഷെ അവളിപ്പം ഡോക്ടറായിട്ടുള്ളത്. പക്ഷെ എനിക്കിപ്പോഴും അവളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എല്ലാവരോടും പറയും എൻ്റെ ഫ്രണ്ട് ഡോക്ടറാ. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷം. അത് സന്തോഷമാണ് അല്ലേ? മാം, എനിക്കൊരു കാര്യം പറയാം. ഞാൻ +2 പഠിച്ചിരുന്നപ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു ഫ്രണ്ട്സ്. അതിൽ ഒരാള്, ഞങ്ങൾ 4 പേര് +2 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 4 പേര് 4 വഴിക്ക് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേർക്ക് 4 കോളേജിലാണ് കിട്ടിയത്. ഒരാൾ പോളിടെക്നിക്കിന് പോയി, ഞാൻ UC കോളേജിൽ പോയി, ബാക്കിയുള്ളവർ മാതാ കോളേജിൽ, 2 പേര് മാതാ കോളേജിൽ. പക്ഷെ വേറെ വേറെ കോഴ്സുകൾ എടുത്തുകൊണ്ട് വേറെ ക്ലാസ് റൂമിലായിരുന്നു. അപ്പോൾ പിന്നെ
അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ അവിടെ വെച്ച് ബ്രേക്ക് ആയതാണ്. പക്ഷെ എങ്കിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒക്കെ കുറഞ്ഞു. എല്ലാവരുടെയും മാരേജ് കഴിഞ്ഞ ശേഷം അത്ര കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്താണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കണതിനിടക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അതിൽ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാ. അപ്പൊ അയാളുടെ ഫാമിലി ലൈഫിന്റെ മാരേജ് ലൈഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എനിക്ക് അതിന് ഭയങ്കര സങ്കടം തോന്നി. ഫസ്റ്റത്തെ മാരേജ് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടില് അവർക്ക് സ്വന്തമായിട്ടൊരു റൂം പോലും ഇല്ലായിരുന്നു. മദറിനിലോ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ആളിങ്ങനെ ഭയങ്കര ഡള്ളായിട്ടിരുന്ന സമയത്ത് എന്നെ വിളിച്ചു. ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതിനുശേഷം ഒരു വർഷത്തോളം അപ്പൊ ഞാൻ ഇടക്ക് വിളിക്കുമ്പോ ആള് ഡിവോഴ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം ഡിവോഴ്സ് കിട്ടി. കുറച്ച് നാൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ തന്നെ ആൾക്ക് മറ്റൊരു മാരേജ് സെറ്റായി. അപ്പൊ ആൾ എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, എനിക്ക് വേറൊരു കല്യാണം ഇത് വന്നിട്ടുണ്ട്, അപ്പൊ കല്യാണക്കാര്യം വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതില് ഓക്കെ പറഞ്ഞു. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോ. അങ്ങനെ മാരേജ് കഴിഞ്ഞു. ഇപ്പൊ ഒരു കുട്ടിയുണ്ട്. സത്യം പറഞ്ഞ ആ സമയത്ത് എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. ആള് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാരേജ് ലൈഫ് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച സമയത്ത് ഞാൻ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവളോട് പറഞ്ഞു, നന്നായിട്ട് ഇരിക്കട്ടെ നീ, എനിക്ക് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് സങ്കടം വന്നു, അങ്ങോട്ട് കരഞ്ഞുപോയി ഞാൻ. ഓക്കെ, അപ്പൊ എല്ലാവരുടെ എക്സാമ്പിൾ കേട്ടു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് 5 എണ്ണമാണ് ഡിഫൻസ് മെക്കാനിസം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇതിന് ഓരോ എക്സാമ്പിൾ വീതം എഴുതിക്കൊണ്ട് വരും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ പറയാത്തതായിക്കോട്ടെ, എന്നിരുന്നാലും ഒരെണ്ണം വീതം 5 എണ്ണത്തിന് 5 ഡിഫൻസ് മെക്കാനിസം, ഇതിന്റെ അത്രയും ഡിഫൻസ് മെക്കാനിസത്തിന് എക്സാമ്പിൾ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ട് വരാം കേട്ടോ. വിശദീകരിക്കുന്ന വേണ്ട പ്രൊജക്ഷൻ എഴുതിയിട്ട് പ്രൊജക്ഷന്റെ അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിന്റെ എക്സാമ്പിൾ എന്താണ് അത് മാത്രം എഴുതുക. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിന്റെ എക്സാമ്പിൾ എഴുതുക. സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതുക. അങ്ങനെ 5 എണ്ണത്തിന്റെ എഴുതുക കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് സൈൻ ഔട്ട് ചെയ്യല്ലേ? സൈൻ ഔട്ട്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാം. Okay. Good morning, Ashwini ma'am and my dear friends. Thank you, ma'am, teaching us defense mechanism in a simple way with more examples. Thank you, ma'am, for teaching us and spending your valuable time to teach us about the defense mechanism. And I conclude with a quote: life gives us new lessons each day, not for learning, but to improve our understanding. Thank you. Thank you, everyone. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് വെനസ്ഡേ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡിഫൻസ് മെക്കാനിസം പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, Miss.